കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന വേളയിൽ ദൈവവചനവുമായി റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ശുശ്രൂഷ ചെയ്യുന്നതിനായി ലഭിച്ച ഈ വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വിശിഷ്യ ഈ അനുഗ്രഹിക്കപ്പെട്ട റോസ് ഫാമിലി ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന കർത്തൃദാസി റോസ്ലിൻ സിസ്റ്ററോട് പ്രത്യേക നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. മറ്റ് അഡ്മിന്മാർ, ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തുടർമാനമായി ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം ഈ സോഷ്യൽ മീഡിയയിലൂടെ മുഴങ്ങിക്കേൾക്കുവാൻ നമുക്ക് സാവകാശം ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആഴമായ പ്രതിബദ്ധതയോടും സമർപ്പണത്തോടും കൂടെ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പിൻപിൽ ഞങ്ങളെ ഇതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ചേതോവികാരം വളരെ ശക്തമായ നിലയിൽ ഞങ്ങളുടെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവുമായ ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ സത്യം അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ ഇത് വിളിച്ചു പറയുന്നത്. ഇത് കേവലം ഒരു മത ചിന്തകളല്ല. മതത്തെക്കുറിച്ച്, മനുഷ്യൻ ഉണ്ടാക്കിയ ഏതെങ്കിലും കെട്ടുപാടുകളെക്കുറിച്ച്, മനുഷ്യന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ എന്തെങ്കിലും മാർഗങ്ങളെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ വിളംബരം ചെയ്യുകയല്ല. ഒരു രാഷ്ട്രീയ പ്രഭാഷണമല്ല. മറ്റ് ഇതര ശാസ്ത്രീയ ഏതെങ്കിലും അവബോധം വരുത്തുന്ന സയന്റിഫിക്കലായ അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക തലങ്ങളിൽ മനുഷ്യനെ മാറ്റം വരുത്തുന്ന മനഃശാസ്ത്രപരമായ ചിന്തകളുമല്ല. മറിച്ച് വലിയവനായ ദൈവം മനുഷ്യന് വേണ്ടി നൽകി തന്നിരിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടികളായ മനുഷ്യന് വേണ്ടി ഒരുക്കി നൽകിയിരിക്കുന്ന തന്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഈ പേജിലൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകലിൽ അല്പസമയങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവവചനം അഥവാ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു വലിയ ലൈബ്രറിയാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിൽ 66 ഗ്രന്ഥങ്ങളുണ്ട്. ഇതെഴുതിയതെല്ലാം മനുഷ്യൻ തന്നെയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 40-ലധികം എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. ആ നിലകളിൽ, വിവിധ തലങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ നിലകളിൽ, വിവിധ വിദ്യാഭ്യാസ തലങ്ങളിൽ, അല്ല ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ, ഒന്നുകൂടെ പറഞ്ഞാൽ മുക്കുവന്മാരായിരിക്കുന്നവർ, കാട്ടത്തിപ്പഴം പെറുക്കുന്നവർ, ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ നിലകളിലായിരുന്ന സാഹചര്യങ്ങളിലായിരുന്ന ആളുകൾ ഇതിൽ എഴുത്തുകാരായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൂടെ മനുഷ്യന് വേണ്ടി ദൈവം നൽകി തന്നിരിക്കുന്ന ആഴമേറിയ സന്ദേശം എന്ന് പറയുന്നത്, ബൈബിളിന്റെ ആകെ തുക എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും എന്നുള്ളതാണ് എന്ന് പ്രാരംഭമായി ഞാൻ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നു. ബൈബിളിലെ മൊത്തം ടോപ്പിക് ഒരുമിച്ച് നാം കൊണ്ടുവന്നാൽ അതിനകത്തെ ആശയം ഇതാണ്: വീണുപോയ മനുഷ്യൻ, വീണ്ടെടുപ്പുകാരനായ ദൈവം. ആ ഒരു നിലയിൽ തന്റെ സൃഷ്ടികളായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്താൽ സ്വാധീനമാക്കിയ ദൈവികമായ പ്രവൃത്തികളെ കുറിച്ച് സകലരും ഒരുപോലെ അറിയേണ്ടതിന് വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം തന്റെ ദാസന്മാർക്ക് വെളിപ്പാടിലൂടെ, പ്രവചനങ്ങളിലൂടെ, ആലോചനകളിലൂടെ, ദൂതുകളിലൂടെ ദൈവം ഏൽപ്പിച്ച സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ. അതിന്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും ഈ സത്യം തിരിച്ചറിയുവാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ ജീവിതം ധന്യകരമായി തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ നിലകളിൽ ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ ബൈബിളിൽ നാം മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ച്
എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ നാം ആരാധിക്കുന്നത്? ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നു. ചിലരുടെ ചോദ്യം അതാ, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നത്? ആരാധനയ്ക്ക് എത്രയോ ദേവന്മാരും ദൈവങ്ങളും മൂർത്തികളും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഇല്ലേ? അങ്ങനെ ഇരിക്കെ ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ ആരാധിക്കുന്നത് എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ മുൻപിൽ ഉയരാറുണ്ട്. ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു മറുപടി എന്ന വണ്ണമായിരിക്കും ഇന്ന് എന്റെ വചന ശുശ്രൂഷ മുൻപോട്ട് പോകുന്നത്. ആർക്കും ഒരു നാളും സാധിക്കാത്ത കാര്യങ്ങൾ അവൻ ചെയ്തതുകൊണ്ടാണ് നാം കർത്താവിനെ, ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. ആരെ കൊണ്ടും ചെയ്യുവാൻ കഴിയാത്തത് കർത്താവായ യേശു ക്രിസ്തു ചെയ്തു. അതുകൊണ്ടാണ് നാം ആരെ ആരാധിക്കുന്നത്? ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. ഒന്നും അറിയാതെ ആരാധിക്കുകയല്ല, ഒന്നും അറിയാതെ വണങ്ങുകയല്ല, എന്തെങ്കിലും കാണുമ്പോ കേൾക്കുമ്പോ തലകുനിക്കുകയല്ല, ഏതെങ്കിലും ആരെങ്കിലും പറയുമ്പോ ആയിക്കോട്ടെ അവിടെ ഒന്നെന്ന് പറയുകയല്ല. മറിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാധനയുടെ പിൻപിലെ ചേതോവികാരം എന്ന് പറയുന്നത് അവർ ആർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്തവന് ഞങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് ആരാധനയ്ക്ക് താൻ യോഗ്യനാണെന്ന് ഞങ്ങൾ ശക്തമായ ഭാഷയിൽ വിളിച്ചു പറയുകയും ആ പാദപീഠത്തിൽ വീണ് ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നത്. ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്തു എന്ന് പറയുമ്പോൾ സ്തോത്രം, വേറെ ആരെങ്കിലും അത് ചെയ്തിരുന്നെങ്കിൽ അവരെ കൂടെ വേണമെങ്കിൽ ആരാധിക്കാമായിരുന്നു. പക്ഷെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ആരെ കൊണ്ടും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം ആ കാര്യത്തിൽ പരാജയമാ. അതുകൊണ്ട് തന്നെയാണ് വിജയിയായി ആമേൻ ഉന്നതനായി നിലകൊള്ളുന്ന കർത്താവിനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇത്രയും ഉദാത്തവും ഉന്നതവും ശ്രേഷ്ഠവുമായ കാര്യങ്ങൾ അവൻ ചെയ്തു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാദ്യമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്. സങ്കീർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 49 സങ്കീർത്തനം, അതിന്റെ 7, 8, 9 വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവനെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കയില്ല. കണ്ടോ, ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഒരുവൻ 2 കരങ്ങളും തലയിൽ വെച്ചുകൊണ്ട് പറയുകയാ, സഹോദരൻ മരണം കാണാതെ അവനെ വീണ്ടെടുക്കാൻ ഇവിടെ ഒരു മാർഗവുമില്ല, ആർക്കും കഴിയത്തില്ല. എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളാലോ ക്രിയകളാലോ ശേഷക്രിയകളാലോ ഏതെങ്കിലും പ്രോഗ്രാമോ പരിപാടിയോ ഒക്കെ നടത്തി സഹോദരനെ മരണത്തിന്റെ അറ്റത്ത് നിന്ന് പൊക്കിയെടുക്കാൻ പറ്റുമോ? അവനെ ജീവനിലേക്ക് നടത്തുവാൻ പറ്റുമോ? ഇല്ല. അവനെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയുകയില്ലെന്ന് പറഞ്ഞ് 2 കരങ്ങളും തലയിൽ വെച്ച് വിലപിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെ നിങ്ങൾ കണ്ടില്ലേ? 2 കരങ്ങളും തലയിൽ വെച്ചിരിക്കുക, ആർക്കും കഴിയുകയില്ല. അവന് പറയാനുള്ളത് അത്രയേ ഉള്ളൂ, ആർക്കും കഴിയത്തില്ല. ചുറ്റുപാടും നോക്കി, ആമേൻ, കർമ്മങ്ങളെ നോക്കി, മതങ്ങളെ നോക്കി, ആശയങ്ങളെ നോക്കി, ചിന്തകളെ നോക്കി, പ്രത്യയശാസ്ത്രങ്ങളെ നോക്കി, ആമേൻ, ഉന്നതന്മാരെ നോക്കി, മഹാന്മാരെ നോക്കി, എല്ലാം നോക്കിയിട്ട് പറയാ കഴിയത്തില്ല കേട്ടോ, വീണ്ടെടുക്കാൻ പറ്റിയവരാരും ഇവിടെ ഇല്ല. ആമേൻ, സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുക്കാൻ കഴിയുന്നവർ ആമേൻ ആരുണ്ട്? ആരുമില്ല. വീണ്ടെടുക്കാൻ കഴിയുന്നവരാരുമില്ല എന്ന് വിലപിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിന്റെ മറുപടിയായി എബ്രായ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ കൊണ്ടുവരാം.
എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ എല്ലാം വായിച്ച് പറയുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ലെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവോ 9:11 മുതലുള്ള വാക്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? കഴിയത്തില്ലെന്ന് പറഞ്ഞതിനെ സാധിപ്പിച്ച ഒരുവനാണ് നമ്മുടെ കർത്താവ്. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ അകത്തലങ്ങൾ ആത്മാവിൽ കത്തുന്നെങ്കിൽ ആ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്? അവൻ മുഖാന്തരം നാം പ്രാപിച്ച വീണ്ടെടുപ്പ് ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ വാച്യാർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഒരു സാധനം ഇവിടെ നിന്ന് താഴേക്ക് ഈ മേശപ്പുറത്തുനിന്ന് വീണുപോയാൽ എവിടേക്കാണോ പോയ ആ സ്ഥാനത്ത് നിന്ന് തിരിച്ചെടുത്ത് ആ ഇരുന്ന സ്ഥാനത്തേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്നതിനെയാണ്, അവിടെ ഇരുത്തുന്നതിനെയാണ്, അവിടെ കൊണ്ടുവെക്കുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് ആ സ്ഥാനത്തേക്ക് തിരികെ അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്നുള്ള പദം കൊണ്ട് അത് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? നഷ്ടപ്പെട്ടു പോയ, വീണുപോയ ആ വ്യക്തി അല്ലെങ്കിൽ ആ സാധനം എന്തുമാകട്ടെ, അതിനെ അതേ സ്ഥാനത്തേക്ക് എടുത്ത് ഉദ്ധരിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നതിനെ വീണ്ടെടുപ്പ് എന്ന വാച്യാർത്ഥത്തിൽ പറയാം. വിശുദ്ധ ബൈബിളിൽ വീണ്ടെടുപ്പിന് പറഞ്ഞിരിക്കുന്ന ചില പദങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ എന്റെ വിഷയം മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ആദ്യത്തെ ചിന്തയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു? ആമേൻ. ആർക്കും വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മുടെ കർത്താവ് മുഖാന്തരം നാം പ്രാപിച്ച വീണ്ടെടുപ്പ് അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആ വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പദങ്ങൾ ഒന്നും വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കത്തില്ല. പെട്ടെന്ന് പറഞ്ഞ് അതിന്റെ ആശയം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പദം, വീണ്ടെടുപ്പിന്റെ പദം ഡിക്കായിയോ എന്നൊരു ഗ്രീക്ക് പദമുണ്ട്. ഡിക്കായിയോ. ആ പദത്തിന്റെ അർത്ഥം എന്തെന്നറിയാമോ? വേദശാസ്ത്രപരമായി നീതീകരണമെന്നാണ്. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രപരമായി നീതീകരിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യനെ നീതീകരിക്കുന്നതിന് കൊടുത്തിരിക്കുന്ന പദമാണ് ഡിക്കായോ. അതാണ് വീണ്ടെടുപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു പദം. രണ്ട്, അഭീമി എന്നൊരു പദമുണ്ട്. അഭീമി എന്ന് പറഞ്ഞാൽ കടം കൊടുത്ത് വീടുക, റദ്ദ് ചെയ്യുക, ക്ഷമിച്ചു കൊടുക്കുക എന്നൊക്കെ അർത്ഥം. പാപത്തിന്റെ കടക്കാരായിരുന്നേ നമ്മൾ. പാപത്തിന്റെ ചന്തയിൽ വിൽക്കപ്പെട്ടവരായിരുന്നു. നമ്മുടെ തലയിലിരുന്നത് പോലെ കടം ആരുടെയും തലയിലിരുന്നില്ല. പാപം, അതിന്റെ കനത്ത ഭാരം നമ്മുടെ തലയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് അതെല്ലാം റദ്ദ് ചെയ്ത് തന്നു കേട്ടോ. ഓ സ്തോത്രം. ആ കടം കൊടുത്തവൻ വീടി. ക്രൂശിൽ സംഭവിച്ചതാ. എന്റെ കർത്താവ് കടം കൊടുത്ത് വീടി. സ്തോത്രം. അതിന് പറഞ്ഞിരിക്കുന്ന പദമാണ് അഭീമി എന്ന പദം. മൂന്ന്, ഹുയോതീസിയ എന്ന് പറഞ്ഞാൽ ദത്തെടുത്ത് ദൈവഭവനത്തിന്റെ അംഗമായി നമ്മെ അംഗീകരിക്കുന്നതിനെയാണ് ആ പദം കുറിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം,
നമ്മെ ദത്തെടുത്ത് എഫേസ്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാകും. ഇപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. ദൈവഭവനത്തിന്റെ അംഗമാക്കി നമ്മെ തീർക്കുന്നതാണ് വീണ്ടെടുപ്പിന്റെ ഒരു പ്രധാനമായ പദം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പദമാണ് കറ്റല്ലസോ. കറ്റല്ലസോ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചിരിക്കുന്നവരെ തമ്മിൽ നിരപ്പിക്കുക. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ വാക്യങ്ങളെല്ലാം പറഞ്ഞു പോയ സമയം പോകും. റോമാലേഖനം 5:8 എഴുതിയിട്ടുണ്ട്, ഭിന്നിപ്പിച്ചിരിക്കുന്നവരെ തമ്മിൽ നിരപ്പിക്കുക. ദൈവവും മനുഷ്യനും തമ്മിൽ ഭിന്നിച്ചുപോയി പാപം മുഖാന്തരം. അവരെ നിരപ്പിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ വീണ്ടെടുപ്പാൻ വേറെ ആരും വന്നില്ലെന്നേ. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കാൻ കഴിയുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് കാണാവോ? ഇല്ല, ഒരു മനുഷ്യനുമില്ല. ദൈവത്തിനും മനുഷ്യനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ, അത് കർത്താവായ യേശു ക്രിസ്തുവാ. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിച്ച കറ്റല്ലസോ, അതാണ് ആമേൻ ഒരു പദം എന്ന് പറയുന്നത്. മറ്റൊരു പദമാണ് അഗറോസോ. അഗറോസോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വില കൊടുത്തു വാങ്ങുക എന്ന. വില കൊടുത്തു വാങ്ങുക. വീണ്ടെടുക്കുവാൻ തക്കവണ്ണം വില കൊടുത്തു വാങ്ങുക, അഗറോസോ. അടുത്തത് എക്സഗറോസോ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങി ആ ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. അതിനാണ് എക്സഗറോസോ എന്നുള്ളൊരു പദം പറയുന്നത്. മൂന്നാമത് ഏറ്റവും ഒടുവിലത്തെ 7ാമത്തെ പദം ലൂട്രോ. ലൂട്രോ എന്നൊരു പദമുണ്ട്. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? സ്വതന്ത്രമായി വിട്ടയക്കുക. ഇത്രയും പദങ്ങളാണ് വീണ്ടെടുപ്പിനെ കുറിച്ച് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ അതിപ്രധാനമായ 3 പദങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാനൊന്ന് കൊണ്ടുവരട്ടെ. എല്ലാം കൂടെ കൊണ്ടുവന്നാൽ നമ്മുടെ സമയത്ത് നിൽക്കത്തില്ല. 1ാമത്തെ പദം അഗറോസോ, 2 എക്സഗറോസോ, 3 ലൂട്രോ. അഗറോസോ എന്ന് പറഞ്ഞാൽ വില കൊടുത്തു വാങ്ങുക. വില കൊടുത്തു വാങ്ങുക. നമ്മൾ 49ാം സംഗീതം വായിച്ചല്ലോ. വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയയില്ല. വീണ്ടെടുപ്പ് വിലയേറിയത്, പക്ഷെ വില കൊടുക്കാൻ ഒരുവൻ തയ്യാറായി. സ്തോത്രം. വില കൊടുത്തു വാങ്ങുക. 2, ആ ചന്തയിൽ നിന്ന്, വിൽക്കപ്പെടുന്ന ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. 3, സ്വതന്ത്രമായി വിട്ടയക്കുക. ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അടിമ കുടുംബങ്ങളെ വിൽക്കുന്ന ഒരു അടിമ ചന്തയിൽ ഒരടിമ കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അപ്പനും അമ്മയും 3 മക്കളും. അവരന്ന് വരെ ഒരു കുടുംബത്തിൽ ജോലി ചെയ്തവരാ, ഒരുമിച്ച് താമസിച്ചവരാ. പക്ഷെ ആ വീട്ടിൽ നിന്ന് അവരെ അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് ഇപ്പൊ വിലപേശി വിൽക്കുകയാണ്. അപ്പനെ ഒരാൾ മേടിച്ചു, അമ്മയെ മറ്റൊരാൾ മേടിച്ചു, ഈ കുഞ്ഞുങ്ങളെ 2 പേരെ മേടിച്ചു. ഒരാളെ മേടിക്കാൻ ആരുമില്ല. ഇവരെല്ലാവരും കൂടെ നിലവിളിക്കാൻ തുടങ്ങി. അടിമച്ചന്തയിൽ ഒരു കൂട്ടം നിലവിളി. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കഴിഞ്ഞതാ. പക്ഷേ അവരെ ഇപ്പം ലോകത്തിന്റെ നാനാ ഇടങ്ങളിലേക്ക് വില കൊടുത്ത് മേടിച്ചു കൊണ്ടുപോകുക, അവരെ വിൽക്കുക. ഈ സമയത്ത് വളരെ ധനവാനായ ഒരു മനുഷ്യൻ, ഹൃദയത്തിൽ കഠിനമില്ലാത്ത സ്നേഹമുള്ള ഒരു മനുഷ്യൻ ആ വഴി വന്നു. നിലവിളിക്കുന്ന ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ നിലവിളിക്കുന്ന? അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്നുവരെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചൊരു കുടുംബത്തിലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾ പിരിയുകയാണ്. എന്റെ അപ്പനെ എനിക്കിനി കാണാൻ കഴിയത്തില്ല, എന്റെ അമ്മയെ എനിക്കിനി കാണാൻ കഴിയത്തില്ല. ആ കുഞ്ഞുങ്ങളുടെ ദീനരോധനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ തട്ടി. അദ്ദേഹം ആ വിലയ്ക്ക് വാങ്ങിയ ആളുകളെ ചെന്ന് കണ്ടു. അപ്പനെ വാങ്ങിയ ആളോട് ചോദിച്ചു, എന്ത് വേണം? അപ്പൊ പറഞ്ഞു, ഞാൻ ഇത്ര $1 വാങ്ങിയത്, ഇത്ര തന്നാൽ തരാം. ഇരട്ടി വില കൊടുത്തു. അപ്പനെ കൊണ്ടുവന്നു. അമ്മയുടെ മേടിച്ചയാളെ കണ്ടു. അതിന്റെ ഓണറോട് ചോദിച്ചു, എന്ത് വേണം? ഇരട്ടി വില വേണം. എന്ത് സംഭവിച്ചു? ഇരട്ടി വില അദ്ദേഹം കൊടുത്തു. ഈ മക്കളെ 2 പേരെയും മേടിച്ചവരുടെ അടുക്കൽ ചെന്ന് അവരും പറഞ്ഞു, ഇരട്ടി വില തന്നാൽ തരാം. ഈ നല്ല മനുഷ്യൻ ഇരട്ടി വില കൊടുത്തു.
അതിനുശേഷം ഇവരെ 4 പേരെയും 5 പേരെയും ഒരുമിച്ച് ചേർത്ത് തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവരൊരുമിച്ച് ആ നല്ല മനുഷ്യന്റെ പാദമെടുത്ത് വീണിട്ട് പറഞ്ഞു, മനുഷ്യ, അല്ലയോ യജമാനനെ, അങ്ങാണ് ഞങ്ങളെ വില കൊടുത്ത് വാങ്ങിയത്. ഞങ്ങൾ ഇനി എങ്ങും പോകത്തില്ല. ഞങ്ങൾ അങ്ങയുടെ അടിമകളാണ്. ഞങ്ങൾക്ക് വില കൊടുത്ത്, ഞങ്ങളുടെ ജീവിതത്തെ വില കൊടുത്ത് ലോകത്തിന്റെ നാനായിടങ്ങളിൽ ഇനി അന്യോന്യം കാണുവാൻ കഴിയാതെ ഞങ്ങൾ കടന്നു പോകേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വാങ്ങിയ ആ ദിവ്യ സ്നേഹം, ഞങ്ങൾക്ക് വില കൊടുത്ത സ്നേഹം മുഖാന്തരം ഞങ്ങൾ ഇനി ആർക്കും അടിമകളല്ല, ഞങ്ങൾ അങ്ങയ്ക്ക് അടിമയാണ്. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ നിങ്ങളെ ഫ്രീയായി വിടുന്നു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇനി ഫ്രീ ആയി പോകത്തില്ല. ഞങ്ങൾക്ക് വില തന്ന, ഞങ്ങളെ വില കൊടുത്തു വാങ്ങിയ അരുമനാഥൻ അങ്ങക്ക്, ആമേൻ, ഞങ്ങൾ അടിമകളാ. എന്തിനാ ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ അടിമച്ചന്തയിൽ വിലപേശി വിറ്റ നമ്മെ, ഓ ജീസസ്, അവൻ കാൽവരി ക്രൂശിൽ പുണ്യാക രക്തം വില നൽകി നമ്മെ മേടിച്ചെടുത്ത ദൈവകൃപ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം എല്ലാം സ്തോത്രം പറയുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ നമ്മുടെ വില, നമുക്ക് വേണ്ടി സ്വർഗം കൊടുത്ത വില അറിയാമോ? ചൂടമാനവ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം വിലയില്ലാത്തവരല്ലെന്നേ. ഓ, നാം വലിയ വിലയുള്ളവരാ. യേശുവിന്റെ രക്തത്തിന്റെ വിലകളാ നാം. അതുകൊണ്ട് അധികാരത്തോടെ പറ, അവന്റെ പുണ്യാഹ രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞ് അവൻ എന്നെ വീണ്ടെടുത്ത് വിടുവിച്ച് പാപത്തിന്റെ ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് എന്നെ സ്വാതന്ത്ര്യമായി വിട്ട് എനിക്ക് തന്ന വിടുതല്, എനിക്ക് തന്ന അനുഭവങ്ങൾ, എനിക്ക് തന്ന ദൈവകൃപ, എനിക്ക് തന്ന സ്വാതന്ത്ര്യം, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്ന ആത്മീയ അനുഭവം ദൈവമക്കളുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. സ്തോത്രം. വെറും ചടങ്ങായിട്ടും കർമ്മമായിട്ടും സ്തോത്രം ചെയ്യുന്നവരാ നമ്മൾ. റേഷൻ കണക്കിന്, പണ്ടൊരു ഭാഷ പറഞ്ഞ പോലെ റേഷൻ കണക്കിനുള്ള സ്തോത്രമേ നമുക്കുള്ളൂ. അല്ല, ഈ ദിവസങ്ങളിൽ നമ്മെ വീണ്ടെടുത്ത് വിടുവിച്ച, നമുക്ക് വേണ്ടി വില നൽകിയ കർത്താവിനെ എങ്ങനെ ആരാധിച്ചാൽ മതിയാകും? അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. പാപചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങി നമ്മെ വീണ്ടെടുത്ത് വിടുവിച്ച ആ ദൈവപുത്രന്റെ സ്നേഹത്തെ, അടിമച്ചന്തയിൽ നിന്ന് വീണ്ടെടുത്ത ആമേൻ ദൈവപുത്രന്റെ സ്നേഹത്തെ ആമേൻ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തവനെ ആരാധിക്കണം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ വേഗം മുൻപോട്ട് വരാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം, അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വന്നേ തേജസ്സിന്റെ കീഴിൽ ജനമായി തീരുകയാണ്. അടിമത്തത്തിൽ നീണ്ട വർഷങ്ങൾ യാതനകളും വേദനകളും സഹിച്ച് ഇഷ്ടിക ഉണ്ടാക്കാൻ എന്തോ കൊടുക്കത്തില്ല, ഇട്ട് കട്ടപ്പെടുത്തുക, പാടുപെടുത്തുക. മിസ്രയീമിലെ ആ ഫറവോന്റെ കഠോരമായിരിക്കുന്ന ശക്തിക്ക് നുകത്തിന്റെ കീഴിൽ ജനം അമർന്ന് ആരാധിക്കാൻ കഴിയാതെ, പാരമ്പര്യമൊക്കെ ഉണ്ട്, അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാ. അതേന്നേ, പാരമ്പര്യം പറഞ്ഞാൽ അങ്ങ് അമ്പിളികുന്നത്താ, ഭയങ്കര പാരമ്പര്യമാ. പക്ഷെ ഇപ്പൊ കടന്ന് കുരുങ്ങിക്കിടക്കുക. ആരാധനയുണ്ടോ? ഇല്ല. സ്തോത്രമുണ്ടോ? ഇല്ല. പിന്നെ ഇവൻ വിടുവോ? ഇവൻ കുരുക്കിയിട്ടിരിക്കുക, ഇഷ്ടിക ഉണ്ടാക്കിക്കുക. അവന്റെ രാജ്യത്ത് ഒന്നുകൂടെ അവന് മനസ്സിലായി, ഇവര് ശക്തിപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പൂർത്തിയില്ല. കാരണം ദൈവജനം ശക്തിപ്പെടുമെന്ന് അവനറിയാം. സ്തോത്രം. ഇവര് വന്നത് 1072 പേരെ 70 പേരൊക്കെ ഉള്ളെങ്കിലും ഇവരങ്ങോട്ട് ശക്തിപ്പെട്ടാൽ ചിലരൊക്കെ തകരുമെന്ന് ആർക്കറിയാം? പറവോനറിയാം. അതുകൊണ്ടാണ് നിന്നെ അങ്ങോട്ട് ശക്തിപ്പെടുത്താത്ത, നിന്നെ ഒതുക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാ. റിഖാമാനമാനം ചിലതിനെയൊക്കെ പിശാച് ഒതുക്കി നിർത്തിയിരിക്കുക. നിന്റെ നാവിനെ ഒതുക്കി നിർത്തിയിരിക്കുക, ശുശ്രൂഷകളെ ഒതുക്കി നിർത്തിയിരിക്കുക. ആത്മാവിൽ ബലപ്പെട്ട് ഈ ദിവസങ്ങളിൽ മുന്നേറാൻ കഴിയാതെ ദുഷ്ടനായവൻ ഈ ദിവസങ്ങളിൽ ചില സ്തോത്രം നുഖങ്ങൾ നിന്റെ മേൽ വെച്ചിരിക്കുക. ഇന്ന് പകൽ ആത്മാവിൽ അത് തകരട്ടെ. യെശയ്യാപ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, അന്ന് അവന്റെ നുഖം നിന്റെ മേൽ നിന്ന് നീങ്ങിപ്പോകും. അടുത്ത വാക്യം വായിക്കുന്നത് നുഖം തകർന്നു പോകുമെന്ന്. നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവെക്കും.
അങ്ങനെയാ ചില പരിപാടി. ആദ്യം ഒന്ന് ചിലത്ത് മാറ്റി നീങ്ങിയൊക്കെ പോവും, പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ട്, ശരി. പക്ഷെ പിന്നെ അവൻ കൊണ്ട് വെക്കും അവിടെ തന്നെ. പക്ഷെ തകർന്നാൽ, ഇന്ന് പകലെന്ന് നുകങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ അതിന് വെക്കുവാൻ കഴിയത്തില്ല. ഉടമനപരം ആത്മാവിൽ ഞാൻ പറയട്ടെ, ചില നുകങ്ങൾ, നിനക്ക് മുന്നേറുവാൻ കഴിയാത്ത, ആരാധിപ്പാൻ കഴിയാത്ത, ശുശ്രൂഷിപ്പാൻ കഴിയാത്ത, ഈ ദിവസങ്ങളിൽ മുന്നേറാൻ കഴിയാത്ത ചില അടിമത്തത്തിന്റെ നുകങ്ങൾ, നിന്നോട് പോരാടുന്ന നുകങ്ങൾ, ചില രോഗബന്ധനങ്ങളുടെ നുകങ്ങൾ ആത്മാവിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ശബനപരപലവ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് തീ പോലെ ശക്തിയോടെ ഇന്ന് പകൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മുഖങ്ങളെ തകർത്ത നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. യെസ്, ദീർഘനാളുകളായി ഒതുക്കി. പക്ഷെ ദൈവത്തിന് ടൈം ആയപ്പോ ഉണ്ടല്ലോ, ദൈവം ഒരു മോശയെ അയച്ചു. ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. മോശയെ വളർത്താൻ പറ്റുമോ? തളർത്തി ഒതുക്കി, ആമേൻ, ഞാങ്ങടക്കകത്തൊക്കെ കൊണ്ടിട്ട് വെച്ചു. പക്ഷെ തമ്പുരാൻ പ്ലാൻ ചെയ്തു, കൊട്ടാരത്തിൽ വളർത്തി. അതെന്നെ, തമ്പുരാന്റെ പദ്ധതി പൊളിക്കാൻ നിനക്ക് കഴിയത്തില്ല. നീ പലതുമൊക്കെ പദ്ധതി ഇടും, പക്ഷെ തമ്പുരാനൊരു പദ്ധതി ഉണ്ട്. ഞങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് തമ്പുരാന് പദ്ധതി ഉണ്ടെന്നേ. അതുകൊണ്ടല്ലേ ശക്തിയോടെ ഇന്നും പരശോധന പ്രസംഗിച്ചായി വന്നിരിക്കുന്നേ. ഇന്നും ദൈവനം പ്രസംഗിച്ചായി വന്നിരിക്കുന്നേ. സ്വതന്ത്രം ചുമ്മാതെ പറയല്ല, ഇന്നും കർത്താവിനെ ശുശ്രൂഷിച്ചായി വന്നിരിക്കുന്നേ. അതിന്റെ കാരണം എന്നറിയാമോ? നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി നടത്തുന്നത് വരെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ഞാൻ ഓർക്കുന്നു, മലപ്പുറം കത്തി കൊണ്ട് കുത്താൻ മതിലുണ്ട്. മലപ്പുറം കത്തി കൊണ്ട്. ഞാനന്ന് മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. കുറവലങ്ങാട് ഭാഗത്ത് ഞങ്ങളൊരു പരസ്യോഗം നടത്തുമ്പോൾ വർഷങ്ങൾക്ക് പുറകില്ല ഒരു സഹോദരൻ നീണ്ടോ മലപ്പുറം കത്തിയും കൊണ്ടിങ്ങി വന്നു. അക്കോടിയും വായിക്കുന്ന ഒരു ജോൺ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു കർത്തദാസനുണ്ട്. വേറെ ചില സഹോദരന്മാരുണ്ട്, ചുരുക്കം പേരെ ഞങ്ങളുള്ളൂ. ഞാൻ പറഞ്ഞത്, അവൻ കുത്താനായിട്ട് ഇങ്ങോട്ടും, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കുത്താൻ വന്നവന് പിന്നെ കുത്താൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കത്തി ഇങ്ങനെ ഇരിപ്പുണ്ട്. കത്തിയും വെച്ചോണ്ട് ഞങ്ങളുടെ മുന്നേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേശത്തുള്ള ആള് മുഴുവൻ കൂടി, എന്നാടാ ഇത് ഇടപാട്, ഇത്രയും നല്ല പാട്ടുമൊക്കെ പാടി നല്ല പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകൾക്കെതിരെ കുത്താൻ വന്നിരിക്കും, വിടരുത്, അവനെ പിടിച്ചോളാൻ പറഞ്ഞു. ഡിവൈഎഫ്ഐക്കാർ സഹിതം അവനെ ഓടിച്ചു. കുറവലങ്ങാട് ഒരു തോടുണ്ട് ടൗണിന്റെ താഴെ, അതിലെ കൂടെ ഓടിച്ച് വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഒരു 1.5 മണിക്കൂറൂടെ പ്രസംഗിക്കണം, അദ്ദേഹത്തോട് 8 പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതേ, അടിയുടെ മുമ്പിലും ഇടിയുടെ മുമ്പിലും ഒക്കെ തകരുന്ന മാർഗമല്ല ഇത്. മൂക്കിപ്പനി വരുമ്പോൾ പോകുന്നതല്ല, തുമ്മിയാ തെറിക്കുന്ന മൂക്കല്ല. ചിലരുടെ എല്ലാം ധാരണ അങ്ങനെ, ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇതങ്ങ് മാറുമെന്ന, ഇത് തീരുമെന്ന. ഇല്ലെന്നേ, ഇത് പ്രാപിച്ച ജനത്തിനറിയാം. ഇത് അകത്ത് കത്തിക്കൊണ്ടിരിക്കുക. ഇരമ്യാവ് പറഞ്ഞ പോലെ ഇതെന്റെ അകത്ത് കത്തുക. ഞാൻ വെറുതെ പറയുകയല്ല, സ്വത്രം വെറുതെ ഇരമ്യാവ് പറഞ്ഞു, എന്നെ നിങ്ങൾ കുഴിയിൽ ഇറക്കിക്കോ. ഇറക്കിക്കോളേ, കിണറ്റിൽ ഇറക്കിക്കോ, എനിക്കെതിരെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ എന്റെ അകത്താ ഇത് കത്തുന്നേ, പുറത്തല്ല. അല്ല, പുറത്താരത്തെ ഞാൻ നിർത്തിയേച്ച് വേറെ പണി. എനിക്ക് സഹിക്കാൻ മേലാത്ത നിലയിലുള്ള പ്രതിസന്ധിയാ, ഒത്തിരി പ്രതിസന്ധിയാ. പക്ഷെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുക. അകത്ത് കത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ ഒതുങ്ങുന്നവരല്ല ദൈവമക്കൾ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഈ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് മീതെ ആത്മാവിൽ ചരിച്ചു കയറുവാൻ ഇന്ന് സായാഹ്ന വേളയിൽ ദൈവാത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയോടെ ചിറകടിച്ച് പറക്കും, കഴുകനെ പോലെ പറക്കുന്ന. ആ കഴുകൻ എവിടാ പറക്കുന്നേ? കൊടുങ്കാറ്റിന് മീതെയാ പറക്കുന്നേ, താഴെയല്ല പറക്കുന്നത്. കൊടുങ്കാറ്റിനകത്ത് കിടന്ന് കറങ്ങുകയല്ല, അതിന്റെ മീതെ പറക്കാനുള്ള ബലം ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഏറ്റെടുക്കട്ടെ. അതുകൊണ്ട് തന്നെ ആമേൻ, ഈ ദിവസങ്ങളിൽ ഓർക്കണം, ആമേൻ, മോശ വളർന്നു, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ശുശ്രൂഷിക്കാൻ ഇറങ്ങി. ആമേൻ, കുഞ്ഞാടിനെ അറുത്തു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരു കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിൽ ജനം വിടുവിക്കപ്പെട്ടു. ചെങ്കടൽ കടന്നു, മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ആമേൻ. യാത്ര ചെയ്യും അളവിൽ ദൈവം പറഞ്ഞു, എനിക്ക് എന്റെ ജനത്തോടു കൂടെ വസിക്കണം. ഒരു ദേവാലയം, സമാഗമന കൂടാരം, ദൈവവും മനുഷ്യനും കൂടെ ഒന്നിക്കുന്നതാണ് സമാഗമം എന്ന് പറഞ്ഞാൽ. ഒന്നിച്ച് ദൈവം മുകളിൽ നിന്ന്, മനുഷ്യൻ തന്റെ സ്ഥാനത്ത് നിന്ന്, ദൈവവും മനുഷ്യനും കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥാനം. ആമേൻ. പുറപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. ഒന്നുകൂടെ പറഞ്ഞാൽ, പുറപ്പാട് പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. 7 പ്രാവശ്യം എഴുതിയിരിക്കുന്നു. എടാ, മോശ വിദഗ്ധനല്ലേ? അത് തന്നെ. മോശ സകല അഭ്യാസവും പഠിച്ചയാളാ. മോശ പഠിക്കാത്ത വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ മോശേ, നിന്റെ ഇഷ്ടത്തിന് വെക്കാനല്ല. യാഗപീഠം എവിടെ വെക്കണമെന്ന് ദൈവം പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചോണം. ധൂപപീഠം എവിടെ വെക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അവിടെ വെച്ചോണം. താമ്രത്തൊട്ടി, തിരിശീല, കാഴ്ചയപ്പത്തിന്റെ മേശ, എത്ര അപ്പം വേണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ചെയ്തോണം. അല്ല, നിന്റെ ബുദ്ധിക്കല്ല കാര്യം നടക്കേണ്ടത്. മോശയുടെ ഇഷ്ടത്തിന് ചെയ്തെന്നല്ല എഴുതിയിരിക്കുന്നത്. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. 7 പ്രാവശ്യം. പുറപ്പാട് പുസ്തകം ഒടുവിലത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. ഇത് യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശെക്കൈന ഇറങ്ങി. അടിമത്തത്തിൽ കഴിയുന്ന ജനം വീണ്ടെടുപ്പും വിടുതലും പ്രാപിച്ച് ദൈവത്തിന്റെ ശെക്കൈനയുടെ കീഴിൽ വന്നു കേട്ടോ. കീഴിൽ വന്നു. ഈ ദിവസങ്ങളിൽ ചില അടിമനുഖങ്ങൾ തകരാൻ പോകുക. ഇന്ന് പകൽ അത് പ്രഖ്യാപിക്കുക. ഞാൻ ആത്മാവി പ്രഖ്യാപിക്കുക. എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ചില അടിമനുഖങ്ങൾ ആത്മാവിൽ തകരാൻ പോകുക. ഈ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്ന കേവലം വചനം തന്നെയല്ല. വചനം ആമേൻ തനതായ ശക്തിയോടുകൂടെ വെളിപ്പെടുന്ന ശുശ്രൂഷയാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെസ്സലോനിക്ക വിശ്വാസികളോട് പൗലോസ് പറഞ്ഞു, ആമേൻ, ഞാൻ പ്രസംഗിച്ച വചനം അത് കേവലം വചനമല്ല, അത് ആത്മാവിന്റെ ശക്തിയോടും പ്രദർശനത്തോടും എത്രേ വെളിപ്പെടുന്നത്. ഇത് ആത്മാവിന്റെ ശക്തിയോടെ വെളിപ്പെടുകയാ. വചനം വെളിപ്പെടുകയാ. ഇന്ന് ഈ സായാഹ്ന വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, തേജസ്സിന്റെ അനുഭവത്തിലേക്ക് ജനം നടത്തപ്പെടുവാനിടയായി തീർന്നു. അപ്പൊ ഒന്നാമത്തെ ചിന്ത ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ വീണ്ടെടുപ്പുകാരനെ കുറിച്ചും വീണ്ടെടുക്കേണ്ടത് എങ്ങനെയാണെന്നും വീണ്ടെടുക്കേണ്ടത് ആരാണെന്നും ഒക്കെ വ്യക്തമായി പഠിപ്പിക്കുന്ന പാഠം രൂത്തിന്റെ പുസ്തകമാണ്. രൂത്തിന്റെ പുസ്തകം ചേർത്തങ്ങോട്ട് പഠിച്ചെങ്കിലേ വീണ്ടെടുപ്പിനെ അങ്ങോട്ട് വിശദീകരിച്ചാൽ നമ്മുടെ അകം കത്തും. ദൈവത്തിന് സ്തോത്രം. ആ പട്ടണവാതിക്കൽ ഇരുന്നു കൊണ്ട് രൂത്ത് സ്തോത്രം നവോമിയുടെ കൂടെ സ്തോത്രം നവോമിയുടെ കൂടെ വന്ന രൂത്തിനെ ആമേൻ വീണ്ടെടുക്കുവാനായിട്ട് വന്ന ബോവസിന്റെ ചരിത്രം ഒന്ന് കണ്ടോ? ആമേൻ. വേറൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ മാറുമ്പോൾ ന്യായപ്രമാണത്തിന് സദൃശമാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല. അവൻ പറഞ്ഞു, കാര്യം ഞാൻ വീണ്ടെടുക്കാം. രൂത്തിന്റെ നവോമിയുടെ നഷ്ടപ്പെട്ടു പോയ സ്ഥലമോ എലിമലേക്കിന്റെ സ്ഥലമോ ഒക്കെ ഞാൻ വീണ്ടെടുക്കാം. പക്ഷേ നവോമിയുടെ കൂടെ വന്ന രൂത്തിനെ വീണ്ടെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രമാണം ഞങ്ങൾക്കില്ലെന്ന്. കാരണം അതിനൊരു പ്രമാണം കാണുന്നില്ല. ദേവരധർമ്മപ്രകാരം ബോവസ് പറഞ്ഞു, ആ ചെരുപ്പ് കാലെ നീ ഇങ്ങോട്ട് ഊരിത്തരാൻ പറഞ്ഞു. അതൊക്കെ ചരിത്രം കിടപ്പുണ്ട്. ദൈവനെ പഠിച്ചെങ്കിലേ മനസ്സിലാകൂ. ചെരുപ്പൂരി കൊടുത്തു. ചെരുപ്പൂരി അവന്റെ കുടുംബം എന്നാ പറയുന്നത്. ചെരുപ്പൂരി അവന്റെ കുടുംബം. വീണ്ടെടുക്കാൻ പറ്റാത്തവന്റെ ചെരുപ്പൂരി കൊടുത്തു. ചെരുപ്പിങ്ങോട്ട് മേടിച്ചിട്ട് ദേവരധർമ്മപ്രകാരം രൂത്തിന് വേണ്ടി ബോവസ് തനിക്കുള്ളതെല്ലാം നഷ്ടമാക്കി. തലമുറകൾ ഒരു വിധത്തിലും ഇസ്രായേലിനോട് കയറി വരാൻ കഴിയാത്ത സ്ഥാനത്ത് തനിക്കുള്ള നഷ്ടം, തനിക്ക് എന്ത് നഷ്ടം വന്നാലും ആ രൂത്തിനെ വീണ്ടെടുക്കുവാൻ അവൻ തയ്യാറായി. ഇതല്ലേ നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരനായി തീർന്നത്. അപ്പൊ ഒന്നാമത് നാം ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, അവൻ ആർക്കും വീണ്ടെടുക്കാൻ കഴിയാത്തതുപോലെ നമ്മെ വീണ്ടെടുത്തു. ത്രികാല വീണ്ടെടുപ്പാണ് നമുക്കുള്ളത്. ത്രികാല വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ
എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മുടെ വീണ്ടെടുപ്പ് ത്രികാല വീണ്ടെടുപ്പ. സ്തോത്രം. ഭൂതകാല വീണ്ടെടുപ്പ് നമുക്കുണ്ടായി. വാക്യം വായിക്കണം. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞു. അത് ഭൂതകാലത്തിൽ നമുക്ക് സംഭവിക്കുന്ന. 2, വർത്തമാനകാലത്തിലുള്ള വീണ്ടെടുപ്പ്. അതിനെക്കുറിച്ച് വായിക്കണം. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു ജനമായി ദൈവത്തിനു വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവരായി നിൽക്കുമ്പോൾ തന്നെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് സ്തോത്രം. അതെ, നമ്മെ വീണ്ടെടുത്താക്കിയിരിക്കുന്ന ദൈവകൃപയെ നിലനിന്ന് ശുഷ്കാന്തിയുള്ള ജനമായി കർത്താവിന് വേണ്ടി ശോഭിക്കാൻ കഴിയുന്ന അനുഭവമാണ് ഇന്നത്തെ ഏതുകാലം വർത്തമാനകാലത്തിലെ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ദിനംതോറും ആത്മാവിനെ പുതുക്കിക്കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ചവരായി, കൃപ പ്രാപിച്ചവരായി മുന്നേറുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വാക്യങ്ങളൊക്കെ ഉണ്ട്, അടുത്ത് വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം മുന്നോട്ട് പോകുക. 3 നമ്മുടെ ഭാവികാല വീണ്ടെടുപ്പ. അത് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ. ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിലും എന്റെ ശരീരം ഇതുവരെ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണെന്നേ ഇവൻ ഇവിടെ ഇതിനകത്തിരുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി നമ്മളെ ആത്മാവിനോട്ട് കുത്തും. അങ്ങനല്ലേ ഗലാത്യത്തിൽ വായിക്കുന്നത്. ഇസ്മായേലും ഇസ്ഹാക്കും തമ്മിൽ ഇടിക്കുന്നത് കണ്ടിട്ടില്ലേ? പ്രായക്കൂടുതൽ ആർക്കാ? ഇസ്മായേലിന. ജഡസന്തതി ആത്മാവിന്റെ സന്തതിക്കിട്ട് ഇടിക്കുമെന്നേ. ആത്മാവിന്റെ സന്തതി പറയും ഇവിടെ ദശാംശം കൊടുത്തേക്കാം. ജഡസന്തതി പറയും കൊടുക്കരുത്. നിന്റെ കൊച്ചുങ്ങളുടെ കാര്യം നടന്നിട്ടില്ല, വീട്ടുകാര്യം നടന്നിട്ടില്ല, കടമുണ്ട്, ബാധ്യതയുണ്ട്, ഇപ്പൊ നീ കൊടുക്കണ്ട, പോക്കറ്റിലോട്ടിട്ടു. കണ്ടോ, ആത്മാവ് പറയുന്ന അനുസരിക്കുവോ? ഇവനത് പോക്കറ്റിട്ടുണ്ട് വീട്ടിൽ പോവാ. ഇവന്റെ കൊടുക്കാനുള്ളിടത്ത് കടം കൊടുത്തു. പിറ്റേ ആഴ്ചയിൽ അതിന്റെ ഇരട്ടി കടമായി. അതിന്റെ കാരണം ദൈവത്തിന്റെ മോട്ടിച്ച പോക്ക. ദൈവത്തിനുള്ളത് മോട്ടിക്കരുത്. സ്വോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ ദൂത് പ്രകാശിക്കുകയല്ല, പാടാ കേൾക്കാൻ. ആളുകൾക്ക് കേൾക്കാൻ പാടുള്ള വിഷയം പറയുന്നു. ജഡം പറയും, എടാ നീ പ്രാർത്ഥിക്കണ്ട, പകല് മുഴുവൻ ജോലി കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണമല്ലേ, കിടന്നോ, ഉറങ്ങിക്കോ. ഈ പുള്ളി ഇങ്ങോട്ട് ഒരു കാറ്റൊക്കെ വീശി തരും. മാത്തനിതാ മലക്കുന്നു. മാത്തനെ മലക്കാനായിട്ടുള്ള പരിപാടിയെല്ലാം തരും. പക്ഷെ ആത്മാവ് പറയും പ്രാർത്ഥിക്കേ. ആ സഹോദരന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. അവൻ ആശുപത്രിയിൽ വിഷമം അനുഭവിച്ച് വെന്റിലേറ്ററിലായിരിക്കുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്ക്. ആത്മാവ് പറയും. പക്ഷെ പലപ്പോഴും ജഡത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ ഉറങ്ങുക. അല്ലേ? സത്യമതല്ലേ? ജഡം പലപ്പോഴും ജയിക്കുക. ആ ഗതസമന പൂങ്കാവനത്തിൽ നോക്കിയേ. എന്റെ കർത്താവ് മാനവർഗത്തിന്റെ മുഴുവൻ കൈപ്പേറിയ പാപത്തിന്റെ പാനപാത്രം വഹിച്ച് തന്റെ രക്തധമനികൾ പൊട്ടി ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ വേദന സഹിക്കുമ്പോൾ അപ്പുറത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവർ ഉറങ്ങുക. സ്തോത്രം. ഒരമ്പിമ്പാട് ദൂരെ ഇത് ഇരുട്ടിന്റെ സമയമാണ്, ഇരുട്ടിന്റെ ശക്തികൾ പോരാടുന്ന സമയമാണ്, ഉണർന്ന് പ്രാർത്ഥിപ്പീരെന്ന് പറഞ്ഞ അവരെ ഏൽപ്പിച്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കിയ പ്രിയപ്പെട്ടവരിരുന്ന് ഉറങ്ങുക. ഞാൻ ചോദിക്കട്ടെ, ഈ ജഡമെന്ന് പറയുന്നത് ഇവനെ ജയിച്ചെങ്കിലേ നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾക്ക്, ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് ഇവൻ വിലങ്ങുതടിയ. പക്ഷെ ഒരു കാര്യം പറയാം, ഇവൻ വീണ്ടെടുക്കപ്പെടുന്ന സമയം വരാൻ പോവാ. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഇവൻ മാറാൻ പോവാന്ന്. ഈ മൺമയമായതിനെ വിൺമയമായത് വന്ന് വിഴുങ്ങുന്ന ദിവസം വരാൻ പോവാ. എനിക്ക് ആ വാക്യം എപ്പോഴും, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട്. ഒരു ഭാഷാന്തരം ഞാൻ വായിച്ചത്, ആ കെട്ടിടം വന്ന് ഞങ്ങളെ അങ്ങ് വിഴുങ്ങുമെന്ന്. എനിക്കങ്ങ് സന്തോഷം തോന്നി അത് വായിച്ചപ്പോൾ. ഞങ്ങളെ ഈ മൺമയമായതിനെ വിഴുങ്ങും. ഏത്? സ്വർഗീയമായത് വന്നങ്ങ് വിഴുങ്ങും. താഴെ എഴുതിയിട്ടുണ്ട്, ഈ കൂടാരത്തിൽ ഞങ്ങൾ നരങ്ങിക്കൊണ്ട്. ഞരക്കമുണ്ടെന്നേ. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ഞരക്കമുണ്ട്, വീട്ടിലെ ആവശ്യങ്ങൾ ഓർക്കുമ്പോൾ ഞരക്കമുണ്ട്. പക്ഷേ ഞരക്കമില്ലാത്ത ഒന്ന് വന്ന് വിഴുങ്ങാൻ സമയമായി. ഉടബാല. ആ ധൈര്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ മൺമയമായതിനെ വിൺമയമായത് ധരിക്കുവാൻ. ആമേൻ. ഓ, ക്ഷയമില്ലാത്തത് ആ ശ്രേഷ്ഠമേറിയ ദൈവം ഒരുക്കുന്ന ഉന്നതമായ അനുഭവത്തിൽ ഇത് തേജസ് പ്രാപിച്ച്, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച്, ആദാമിന് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുത്ത് ഈ ശരീരത്തെ ദൈവദേശനാൽ നിറച്ച് കർത്താവിനെ പോലെയാക്കി. അതാണ് എനിക്ക് സന്തോഷം. കർത്താവിന്റെ അടുക്കെ ഇരുത്തി കർത്താവിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു ദിവസം വരാൻ പോവുക. അതോർത്ത് കര ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിച്ച് എന്റെ ശുശ്രൂഷക്കാരൻ ഞാൻ ഇരിക്കുന്നവിടെ ഇരുത്തുവെന്ന എന്റെ കർത്താവിനെ കൂടെ ഇരുത്തും. ഇപ്പൊ വലിയ മുതലാളിമാര് പോലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാര്യം വലിയ പുള്ളികളാന്ന് പറഞ്ഞാലും അടുക്കെ ഇരുത്തുമൊന്നുമില്ല. വലിയ പുള്ളികൾ അവരുടെ അഹങ്കാരം കാണിക്കുകയുള്ളൂ. പക്ഷെ എൻ്റെ കർത്താവ് അവനെ ശുശ്രൂഷിക്കുന്നവരെ ഒരു ദിവസം അവന്റെ അടുത്തിരുത്തുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. അന്ന് തേജസ് ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പോയാൽ അങ്ങ് പോവും. ഒന്നാമത്തെ ചിന്തയെ നമ്മൾ പറഞ്ഞുള്ളൂ, വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തന്നു. 2, ആമേൻ. എബ്രായർ 10:1 നാം ഇങ്ങനെ വായിക്കുന്നു. എബ്രായർ 10:1 ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? 1 വീണ്ടെടുപ്പ്, 2 സൽഗുണപൂർത്തി. സൽഗുണപൂർത്തി എന്നുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പദം മേക്ക് പെർഫെക്റ്റ് എന്ന. മേക്ക് പെർഫെക്റ്റ്, തികഞ്ഞവനാക്കി തീർക്കുക. സോദരം, എടാ, ന്യായപ്രമാണം മനുഷ്യനെ ദൈവം കൊടുത്തു കേട്ടോ. പക്ഷെ ന്യായപ്രമാണം കൊണ്ട് മനുഷ്യന് തികയാൻ പറ്റുന്നില്ല. എന്താ അതിന്റെ കാര്യം എന്നറിയാവോ? ന്യായപ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളൊരു പാപിയാണെന്നുള്ളതാ കേട്ടോ. ഉത്തമനായ മനുഷ്യനിൽ പാപത്തിന്റെ പരിജ്ഞാനം വരുത്തുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. വാക്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നീ പാപിയാണെന്ന് എപ്പോഴും വിധിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാമല്ലോ, ന്യായപ്രമാണം കൊണ്ട് നടക്കുന്ന മഹാപുരോഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അവരും അങ്ങനെ തന്നെയാ. അവർ ബലഹീന മനുഷ്യരാ, പാപികളാ. അവർക്ക് വേണ്ടി ആദ്യം യാഗം കഴിച്ചിട്ടാ മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കുന്നത്. പക്ഷേ ആ സൽഗുണപൂർത്തി അഥവാ മേക്ക് ഇൻ പെർഫെക്റ്റ് ആക്കി തീർക്കാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ക്രിസ്തു തികഞ്ഞവനായിരുന്നു. എങ്ങനെ? അനുസരണത്തിന്റെയും കഷ്ടാനുഭവങ്ങളുടെയും തികവ് അവനിൽ പ്രകടമായി. അങ്ങനെ അവൻ അതിനെ പൂർത്തീകരിച്ചു. പൂർത്തീകരിക്കണമെന്നും സൽഗുണ സമ്പൂർണനെന്നും സ്തോത്രം പറയാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ നമ്മളെ പെർഫെക്റ്റ് ആക്കി തീർക്കുവാൻ, ആദാമിൽ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ തരുവാൻ, വാക്യങ്ങളൊക്കെ ഒത്തിരി എടുക്കണം, സമയം തീർന്നതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. നമ്മെ പെർഫെക്റ്റ് ആക്കുവാൻ, സൽഗുണപൂർത്തി നൽകുവാൻ, നമ്മുടെ ജീവിതത്തെ തികഞ്ഞതാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അത് വാഴ്ത്തപ്പെട്ട കർത്താവാ. അവൻ തികഞ്ഞവനായി തീർന്നു. എങ്ങനെ? അനുസരണം പഠിച്ച് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കഷ്ടം അനുഭവിച്ച ഒരു കർത്താവിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വ്യതകളും വേദനകളും കഷ്ടങ്ങളും സഹിച്ചത് എന്തിനാണെന്നറിയാമോ? തികഞ്ഞവനായി തീരാന. അപ്പൊ നമുക്കൊരു കഷ്ടത വന്നത് നമ്മൾ വേദനിക്കരുത്. നമ്മെ തികഞ്ഞവരാക്കി തീർക്കാനാ, നമ്മെ രൂപപ്പെടുത്തിയെടുക്കാനാ, കഷ്ടതയുടെ മൂശയ്ക്കകത്തിട്ട് നമ്മെ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ ഒതുക്കി ദൈവകൃപ നൽകി ഈ ദിവസങ്ങളിൽ നമ്മെ പണിതെടുക്കുന്ന എന്തിനാണെന്നറിയോ? പെർഫെക്റ്റ് ആക്കാനാ. ഞാൻ ആപ്പാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ അവസാനിപ്പിക്കാൻ തുടങ്ങുക. ഞങ്ങളെ ആദ്യമായിട്ട് അവിടെ ഒരു ചെറിയ വീടെടുത്തത് ഒരു കടയുടെ സൈഡില്ല, ഒരു കൊല്ലൻ ഇപ്പുറത്ത് നിന്ന് പണിയുന്നുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട് സുവിശേഷം പറയുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, ഈ ചെറിയ സ്വർണം തീക്കകത്തിട്ട് അതിനെ അടിച്ച് ആഭരണമാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ച കാര്യം പറയാം. തീക്കകത്തേക്ക് ഇട്ടിട്ട് ഇദ്ദേഹത്തിന്റെ മുഴുവൻ കണ്ണും തീക്കകത്ത. എന്നോട് സംസാരിക്കുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ കണ്ണ് മുഴുവൻ തീക്കകത്ത. അതെ, ഈ സ്വർണത്തിന്റെ ചെറിയ തരികൾ പോലും എടുത്ത് കുടിലുകൊണ്ട് പുറത്തു വെച്ച് അടിച്ച് നല്ല മനോഹരമായ ആഭരണമാക്കുന്ന ഈ തട്ടാനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതിന്റെ കാരണം ഇത് തീക്കകത്ത് വെച്ച ഇത് ആഭരണമാക്കുന്നത് അല്ല. എല്ലാത്തിനും കൊള്ളാം.
ഇത് കയ്യിലെ മോതിരമായി, കഴുത്തിലെ മാലയായി, ഇത് ആഭരണമാക്കുന്നത് തീക്കകത്തുനിന്നേ. കഷ്ടതയാകുന്ന തീ ചുളയ്ക്കകത്ത് ദൈവവേദന നിന്നെ ഇടുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ കർത്താവിന് കൊള്ളാവുന്നവനാക്കി, തികഞ്ഞവനാക്കി. പത്രോസിന്റെ ലേഖനത്തിൽ കിടപ്പുണ്ട് വാക്യങ്ങള്, അങ്ങോട്ടെങ്ങും കിടക്കുന്നില്ല, ആക്കി തീർക്കാനാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഷ്ടത വരുമ്പം പറ, സാധു കൊച്ചു കുഞ്ഞു പാടിയതുപോലെ, കഷ്ടതകൾ ദൈവമേ എന്നവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തി താ. സാധു കൊച്ചു കുഞ്ഞുദേശി പാടിയത് കഷ്ടത തങ്ക കഷ്ടതയാണ്. തങ്ക കഷ്ടത, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. അപ്പൊ രണ്ടാമത്തെ കാര്യം പെർഫെക്റ്റ് ആക്കുക, നമ്മളെ മേക്ക് ഇൻ പെർഫെക്റ്റ്. അത് നമ്മുടെ കർത്താവിനെ കഴിയത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക, ആ പാപപരിഹാരം വരുത്തുക. എബ്രായർ 10:11 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്, 10:34 കിടപ്പുണ്ട്, 10:18, മീഖ 6:6-7. ഇതൊക്കെ നമ്മൾ ഒന്ന് വായിച്ച് ധ്യാനിച്ച് പഠിച്ചാൽ പാപപരിഹാരം വരുത്തുവാൻ ഇവിടെ ആരും വന്നിട്ടില്ല. പാപപരിഹാരം ഒരേ ഒരുവനിൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ. ആമേൻ. നാം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നു, ആടുകളുടെയും കാളകളുടെയും രക്തം പാപങ്ങളെ പരിഹരിക്കുവാൻ കഴിയാതെ ദിനംതോറും ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സ്വന്തം രക്തം കൊടുത്ത് പാപമോചനം വരുത്തിയ ഒരേ ഒരുവൻ, അത് വാഴ്ത്തപ്പെട്ട കർത്താവാ. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഞങ്ങളെ ആമേൻ ശ്രദ്ധിക്കുന്ന, ആമേൻ ദേശത്തുള്ള, ആമേൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവനെ, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ ഒരേ ഒരു വഴി, മുക്കലോ കഴുകലോ മറ്റ് ക്രമീകരണങ്ങളോ മറ്റ് യാത്രകളോ ഒന്നും പാപത്തിന് പരിഹാരമല്ല. എന്നാൽ പാപം തന്നെത്താൻ വഹിച്ചുകൊണ്ട് പരിശുദ്ധനായവൻ പാപികൾക്ക് വേണ്ടി മരിച്ച് പാപപരിഹാരം വരുത്തി, ക്രൂശിൽ ജയം കൊണ്ടാടി, കല്ലറയെ വെന്ന് പുറത്തു വന്ന് ഉന്നതങ്ങളിൽ ഉയരങ്ങളിൽ ജീവിക്കുക. ഇനി എത്രയും വേഗം മടങ്ങി വരും. ഞങ്ങളുടെ പ്രത്യാശ ഏതാ? ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ പ്രത്യാശ, എന്റെ കർത്താവ് മടങ്ങി വരും. ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ അതാ. ഈ ലോകം അത് വിളിച്ചു പറയുന്നേ, വചനം വിളിച്ചു പറയുന്നു, ഇന്നത്തെ സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ പാപപരിഹാരം വരുത്തിയ ഒരേ ഒരുവൻ വാഴ്ത്തപ്പെട്ട കർത്താവ്. സഹോദരനെ വീണ്ടെടുക്കാൻ കഴിയാതിരുന്നപ്പോൾ, ന്യായപ്രമാണത്തിന് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാതെയായപ്പോൾ, യാഗങ്ങൾക്ക് പാപപരിഹാരം സാധിക്കാതെ വന്നപ്പോൾ, ക്രിസ്തുവേ അങ്ങ് ചെയ്ത വീണ്ടെടുപ്പാണ് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു, അങ്ങ് ഞങ്ങളെ മേക്ക് ഇൻ പെർഫെക്റ്റ് ആക്കി. ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ അറിഞ്ഞ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ അവിടുന്ന് പണിതു. മാത്രമല്ല ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് പരിഹരിച്ചു. അങ്ങേ ഞങ്ങൾ ആരാധിക്കട്ടെ മനസ്സോടെ, വീണ് വണങ്ങട്ടെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ. ഈ വചനം കേൾക്കുന്ന ഏവർക്കും കർത്താവ് നൽകി തന്ന വീണ്ടെടുപ്പ് തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ വചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ തിരിച്ചറിയുവാൻ ഹൃദയങ്ങളെയും കണ്ണുകളെയും ഒക്കെ തുറന്നാട്ടെ. ശുശ്രൂഷകളെ ആദരിച്ചല്ലോ, തിരുനാമത്തെ മാത്രം മഹത്വപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.